No. പിള്ളേരെ എവിടെ? അതിനെ എന്തുവാ ഇത്? എന്തൊരു ബഹളം അവളത് ഈ കുളിച്ചട്ടിപ്പ വരി. എല്ലാത്തിനും അടി കിട്ടും കേട്ടോ. കുട്ടികളെ മിണ്ടാതെ അവിടെ ഇരുന്നേ. ആ പല്ലി അങ്ങ് പൊക്കോളൂ. നിങ്ങൾ എന്തിനാ പല്ലിയെ പിടിക്കാൻ പോകുന്നത്? പഠിക്കാൻ നോക്ക് ചേച്ചി. വന്നു കഴിഞ്ഞ അടി കിട്ടും എല്ലാത്തിനും. പഠിക്കാൻ നോക്ക്. ഹോംവർക്ക് ചെയ്തോടെ? ഇന്നെന്താ കീർത്തനാദേവി വന്നില്ലേ? ഇല്ല ചേച്ചി, വന്നില്ല. എന്തോ പ്രോബ്ലം ഉണ്ടാവും. അമ്മ ഇങ്ങോട്ട് വരാന്ന് പറയാൻ പറഞ്ഞു. തള്ള അല്ലേലും ഒരു വഴക്കാളി തള്ള. ഇനി എന്തുവാണോ പുതിയ കുറ്റം കണ്ടുപിടിച്ചേക്കുന്നത്. എല്ലാരും ഹോംവർക്ക് എടുക്ക്. അല്ല, ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പറൊക്കെ തന്നു കാണണമല്ലോ. ആദ്യത്തെ ദിവസം തന്നെ തരുമെന്നാണ് ടീച്ചർമാര് പറഞ്ഞേക്കുന്നത്. തേവലക്കര സ്കൂളിലെ പിള്ളേർക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. കണത്താറ് കുന്നം പിള്ളേർക്കോടെ തന്നാ? ടീച്ചറെ തന്നായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ നാറി. ഞാൻ പറഞ്ഞു കൊടുക്കേ കൂടുതൽ എന്തായാലും എനിക്കിന്ന് കിട്ടൂടാ. നീ കണ്ട ആസ്വദിക്കടാ. പേപ്പർ ഓരോരുത്തരായിട്ട് ഇങ്ങ് കൊണ്ടുപോവാ. പരീക്ഷ പേപ്പർ കിട്ടിയിട്ട് കൊണ്ടുവരാത്തവരെ അടിച്ച് ഞാൻ പൊളപ്പിക്കുന്നു. നോക്കിക്കോ. അതാ പറഞ്ഞ എല്ലാരും കൊണ്ടുവരാൻ. അപ്പൊ ഇത്രയും എല്ലാവർക്കും കിട്ടി. അപ്പൊ മറച്ചു വെച്ചതല്ലേ. അരവിന്ദിന്റെ പേപ്പർ കണ്ടോടെ? ഞാൻ ആദ്യം അരവിന്ദിന്റെ പേപ്പർ കണ്ടോ? മലയാളത്തിന് 50-50. അടിയുടെ കാര്യം ഉറപ്പായി. ബാഗൊക്കെ മാറ്റിയിട്ട് റെഡി ആയിരിക്കാം. മത്തിമീൻ കറിയാണ്. കരിമീൻ കറിയാണ്. മീന് നല്ല മണമുണ്ട്. 45. ഇച്ചിരി കുറഞ്ഞു പോയി. 46+ മേടിക്കണം കേട്ടോ അരവിന്ദേ. ഇല്ല, സോഷ്യലിനൊക്കെ ഫുള്ള് മാർക്കും ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. സ്കൂളിലെ ടീച്ചർമാർ ചോദിച്ചു എവിടാ ട്യൂഷന് പോന്നേന്ന്. ചോദിച്ചായിരുന്നു. സിന്ധു ടീച്ചർ എടുത്താന്ന് എല്ലാവർക്കും അറിയാം. ക്ലാസ്സിൽ ആർക്കാ ഫസ്റ്റ്? മോന് തന്നെയല്ലേ? അല്ല, ഞാനല്ല, വേറൊരു കൊച്ചാ. അവന്തികയാ. അതാരാ അവന്തിക? പുതിയ കുട്ടിയാ. ആ പെണ്ണ് എവിടാ ട്യൂഷൻ പോകുന്നത്? ആ കൊച്ചു പോകുന്നത് വിവേക് സാറിന്റെ അടുത്താ. ദൈവമേ, ആ വിവേക് സാറിന്റെ അടുത്തോ? വിവേക് സാറിനെ എനിക്കറിയാം. വിവേക് സാറിന്റെ അടുത്ത് പഠിച്ച ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, പൂജ. കഴിഞ്ഞ വർഷം എന്റെ അടുത്ത് എന്റെ പൊന്നെ മാത്സിനെ സ്പെഷ്യൽ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കി. ആ കൊച്ചിന് 7ന്റെയും 9ന്റെയും ഗുണനപ്പട്ടിക പോലും അറിയത്തില്ല. പിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ അതിനെ ഒന്ന് പഠിപ്പിച്ച് ഒരു കരക്കാക്കിയത്. അതുകൊണ്ട് അവന്തിയെ എടുത്തേ ഇവിടെ പഠിക്കാൻ വരാൻ പറ കേട്ടോ. ആതിരയുടെ പേപ്പർ കണ്ടോടെ? കണക്കിന്റെ എന്തുവാടേ ഇത്? സിന്ധു ടീച്ചർ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ 40-46 കുറവ് മാർക്ക് മേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതോ? ഈ പീരിയോഡിക് ടേബിൾ ഒക്കെ എന്ത് വൃത്തിയായിട്ട് ഞാൻ പഠിപ്പിച്ചു വിട്ടേടെ. മൊത്തം തെറ്റിച്ചല്ലോടെ. കെമിസ്ട്രിക്ക് തേണ്ടേ 39 മാർക്ക്. ഞാൻ എന്തോരം ആറ്റോമിക സംഖ്യ എത്ര അടയാ? ആറ്റോമിക സംഖ്യ എത്ര ഹൈഡ്രജന്റെ? അതൊക്കെ അവിടെ നിക്കട്ടെ. നിങ്ങളുടെ ക്ലാസ്സിൽ ആർക്കാ ഫസ്റ്റ്? മനുപി വർഗീസോ? അവനോട് പറയും ഇവിടെ ഇതുപോലെ ട്യൂഷൻ വീടുണ്ട്, ഇവിടെ വന്ന് പഠിക്കാൻ കേട്ടോ. ഞാനും ഇതുപോലെ ഒന്ന് പഠിച്ചല്ലേ, എന്റെ അവസ്ഥ ഇതായിപ്പോയി. അതിരുടെ അമ്മയെ ഞാനൊന്ന് വിളിക്കട്ടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഹലോ, ഉമ്മച്ചേച്ചി അല്ലേ? ആതിരയുടെ അമ്മയല്ലേ? ആതിരയുടെ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ കിട്ടിയായിരുന്നോ? എനിക്കറിയാം കിട്ടുകയില്ലെന്ന് പറയുമെന്ന്. കാര്യം നിങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നോണ്ടാണല്ലോ കൊച്ചു കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ചോണ്ട് വന്നേക്കുന്നത്. ഇവിടെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ക്ലാസ് എടുക്കുന്ന ഒരു ട്യൂഷൻ സ്ഥാപനമാണ്. അത് ഈ കൊച്ചിന്റെ മാർക്ക് തേണ്ടേ. പിന്നെ കെമിസ്ട്രിക്കൊക്കെ ഭയങ്കര മാർക്ക് കുറവ്, കണക്കിനൊക്കെ 34 മാർക്ക്. എന്തുവാ ഇത്? പിന്നെ ഉമ്മച്ചേച്ചി, ഞാനാണെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മാർക്ക് കുറയുന്ന കുട്ടികൾക്ക്. അല്ല, വിളക്ക് ഭയങ്കര മാർക്ക് കുറവാണല്ലോ. സ്പെഷ്യൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ എനിക്ക് പറ്റും.
ശനിയും ഞായറും കൂടി വിട്ടാൽ മതി. ഒന്നുമില്ല ചേച്ചി, ഒരു ക്ലാസ്സിന് 350 രൂപയേ ഉള്ളൂ. ഒരു ദിവസത്തെ ക്ലാസ്സിന്. സൺഡേ രാവിലെ 10 മണി തൊട്ട് ഒരു ഉച്ച ഒരു 2 മണി വരെ. ഞാൻ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടാട്ടോ ഇത്ര ഒരു പേയ്മെന്റ്. ചേച്ചി എന്താന്ന് വെച്ചാ ചേട്ടനോട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയേ. ഭയങ്കര മാർക്ക് കുറവാ ചേച്ചി. ഇപ്പൊ ഇതിങ്ങനെ മാർക്കെങ്കിൽ 10ാം ക്ലാസ്സിൽ മിക്കവാറും തോറ്റുപോകും. അതാണ് അവസ്ഥ. നിങ്ങൾക്ക് പിന്നെ അക്ഷരം അറിയത്തില്ല, പഠിപ്പിക്കാനും കഴിവില്ല. അന്നേരം പിന്നെ നമുക്കല്ല ഇത് സ്കൂളിൽ ഗവൺമെന്റ് സ്കൂൾ ആകുമ്പോൾ അവർ അത്രയും കെയറും കൊടുക്കുന്നുണ്ടാവത്തില്ല. അതുകൊണ്ട് ചേച്ചി എന്തായാലും ചേട്ടൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് പറയുക കേട്ടാ. ഞാനാണെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇത് ക്ലോസ് ചെയ്യും. ഒരാഴ്ചക്കുള്ളിൽ പറയണേ. മീൻ പിടിക്കാൻ തുടങ്ങി. തോമസേ എന്തുവാടാ ഇത്? എടാ നീ ഒരു കാര്യം ചെയ്യണം. നീ നിന്റെ സ്കൂളിൽ പറയരുത് സിന്ധു ചേച്ചി എടുത്ത ട്യൂഷൻ പഠിക്കാൻ വരുന്നേന്ന്. ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മോളെ ആ വർഗീസ് കൊച്ചും കൂടി വന്നിരിക്കും. ഒരു മിനിറ്റേ, എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ട്, ട്യൂഷന്റെ എൻക്വയറി. ഞാൻ അവരെ ഒന്ന് ഡീൽ ചെയ്യട്ടെ. പിന്നെ വേണ്ടേ, നിങ്ങളിതേ തെറ്റുത്തരം എഴുതിയതിൻ്റെത് എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാണ് തെറ്റിയെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമല്ലോ കയ്യിൽ, അതെടുത്ത് വെച്ച് അതിൻ്റെ ആൻസറുള്ള ലേബറിൻ്റെ നോക്കി എഴുതിക്കും. ഇന്ന് രാത്രി 12 മണി ആയാലും ശരി തന്നെ, ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വന്നാലും ശരി തന്നെ, ഇത് ഇത്രയും ആൻസർ ചെയ്ത് അത് പറഞ്ഞ് കേൾപ്പിക്കാതെ ഈ വീട് വിടാമെന്ന് ആരും വിചാരിക്കണ്ട. ശരി, ഞാൻ അവരെ ഒന്ന് ഡീൽ ചെയ്യട്ടെ. ഇരിക്കി കുട്ടികളുണ്ടായിരുന്നേ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ക്രിസ്മസ് എക്സാം കഴിഞ്ഞല്ല ഉള്ളത്. അപ്പൊ ഞാൻ കുട്ടികളെയൊക്കെ ഇങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യുമായിരുന്നു. പേപ്പർ കൊണ്ടുവന്നായിരുന്നു കുട്ടികളെ. അപ്പൊ എല്ലാ കുട്ടികൾക്കും സ്കൂളിലെ എൻ്റെ കുട്ടികൾക്കാണ് കേട്ടോ ഫസ്റ്റ്. മോനാണല്ലേ? ഓക്കെ ഓക്കെ. എത്രല്ലാം മോൻ പഠിക്കുന്നേ? 10ാം ക്ലാസ്സിലാണ്. അയ്യോ, ഒരുപാട് ലേറ്റ് ആയല്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മാർക്കൊക്കെ എങ്ങനെയുണ്ട്? കുറവാ, 20 മാർക്കാ കണക്കിന്. ടീച്ചർ എങ്ങനെങ്കിലും ഇവനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അയ്യോ, ഞാനിപ്പോ അത്യാവശ്യം ഒരു റേഞ്ചുള്ള കുട്ടികളെ മാത്രമേ ഞാനിവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. അത് സ്കൂളുകളിൽ ചോദിച്ചാൽ അറിയാം. എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടീച്ചർമാർക്ക് അറിയാം. ഞാൻ അങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികളെ മാത്രമേ ഞാനിവിടെ കെയർ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു സ്പെഷ്യൽ കെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് പുറകിലുള്ള കുട്ടികളെ, അതൊരു 30-35 മാർക്കൊക്കെ മേടിക്കുന്ന, ഈ 20 മാർക്ക് മേടിക്കുന്ന കുട്ടികളെ ഒന്നും ഞാൻ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാറില്ല. കാര്യം ഭയങ്കര എഫേർട്ട് എടുക്കണം അവർക്ക് വേണ്ടിയിട്ട്. കേട്ടോ? അയ്യോ, തല്ലരുതേ. അല്ല ടീച്ചറെ, ഞാനേ പുറത്തായിരുന്നു. ഇപ്പൊ ഈ മാർക്ക് കുറഞ്ഞെന്ന് അറിഞ്ഞത് ഞാൻ അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് വന്നതാ. ഫീസ് എങ്ങനെയാ നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്? എത്ര രൂപ വേണേലും പൈസ ഇവന് വേണ്ടി ചെലവാക്കാൻ ഞാൻ തയ്യാറ്. ഒരു വിഷയത്തിനൊരു 2K വെച്ച് കിട്ടുവാണെങ്കിൽ ഓക്കെ. പിന്നെ ഒരു 5000 നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ട്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചോളാം. 2K വെച്ചാണെങ്കിൽ ടീച്ചർ ഓക്കെ ആണല്ലോ? 2K ഞാൻ ഓക്കെ ആണോ? ഓക്കെ. പുതിയ കുട്ടിയാണ്, കുറച്ച് വീക്കാണ്. ആരോ പറഞ്ഞറിഞ്ഞ് വന്നിരിക്കുക. ഇതുപോലെ നല്ല പോലെ എല്ലാ എക്സാമിനും A+ മേടിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ഓരോ എണ്ണം മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതങ്ങനെ പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്താൽ മതി. പറയട്ടെ, ഇവിടെ ഇതുപോലൊരു നീ പഠിക്കാൻ വരുന്നയാന്ന് പറയണ്ട, അല്ലാതെ പറയും ഇവിടെ ഇതുപോലെ ഒരു ട്യൂഷൻ വീടുണ്ട്, ഫീസൊക്കെ കുറവാ, പഠിക്കുന്ന കുട്ടികൾക്ക് ഫീസ് കുറവാ, ഒന്ന് എൻ്റെ ഫോൺ നമ്പർ കൂടി കൊടുത്തേരെ കേട്ടോ. ആതിരയുടെ ആരാണ്ട് കസിൻ എങ്ങാണ്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യടേ? ട്യൂഷന് വരുന്നത്, സ്പെഷ്യൽ ക്ലാസ്സിന് വരുന്നെന്ന് പറഞ്ഞിട്ട്. എത്രാം ക്ലാസ്സിലാ? 10ലാണോ? വിളിച്ചോണ്ട് പോവാ കേട്ടോ. പോയിരിക്കടാ. ഇവരെ കൊണ്ട് തോരൻ വെച്ചെന്ന് തോന്നുന്നു. കീർത്തനയുടെ അമ്മയാണല്ലോ വരുന്നേ. പാടി ഇങ്ങോട്ട്. എന്താ പറ്റി കീർത്തനയുടെ അമ്മ? എന്തായിരുന്നു കീർത്തന വരാഞ്ഞത്? ഫീസ് നിങ്ങൾ പിടിച്ചോ. എന്താ ഫീസൊക്കെ? കൊച്ചി ഇനി മുതൽ വരുന്നില്ല കേട്ടോ. എന്ത് പറ്റി? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ്, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ കൊച്ചി 250 രൂപയുടെ ഒരു നല്ല കേക്ക്, 250 രൂപയുടെ വെച്ചിട്ടല്ല, എന്നാലും അത് അവള് കുടുക്കയിലിട്ട് വെച്ച പൈസയാ. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾ ഒരു കുടുക്കയ്ക്കകത്ത് അവൾ സ്വന്തമായിട്ട് ഇട്ട് വെച്ച പൈസയാ. അവൾക്ക് 1-ാം തീയതി കിട്ടുന്നതും അങ്ങനെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ, ആ പൈസ എല്ലാം കൂടി അവൾ ശേഖരിച്ച് വെച്ചിട്ട് അവൾ ഇപ്രാവശ്യം
ഇങ്ങോട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് 250 രൂപയുടെ കേക്ക് മേടിച്ചിട്ടാണ് അവള് ഇവിടെ വന്നത്. എന്നിട്ട് അവക്ക് ദേ കിട്ടിയതാ ഈ 10 ഗുണവാടെ ഈ കീച്ചേ. ഓ അവന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആയിരുന്നു അവള്. ഭാഗ്യം എന്റെ ആവാൻ. ഞാൻ ചോദിച്ചത് ആരാ കൊടുത്തേന്ന് ചോദിച്ചാൽ പറയുന്നത് അരവിന്ദാണ്. അരവിന്ദ് നാണമില്ലാത്ത വർഗം. അതുകൊണ്ട് ഇതങ്ങ് നടർക്കാ അപ്പടി പിടിയടാ. എന്റെ കൊച്ച് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്ത് ഈ കീ ചെയിനുമായിട്ട് അവിടെ വന്ന് കിടന്ന് അന്ന് തുടങ്ങിയ കണ്ണീരാ, അന്ന് തുടങ്ങിയ കരച്ചിലാ. ഞാൻ പറഞ്ഞാടി മോളെ അടങ്ങ്, നിനക്ക് ഞാൻ മേടിച്ചു തരാം കേക്ക്. പക്ഷെ വേണ്ട, അവൾക്ക് അത് വേണ്ട. അവൾ എന്തെങ്കിലും ഇത്തിരി നല്ലത് കിട്ടുമെന്നും പ്രതീക്ഷിച്ച അവള് വന്നത്. അപ്പൊ അവക്ക് കിട്ടിയത് ഈ 10 ഗുണവാടെ ഈ സാധനം. നാണം ഉണ്ടോടെ ഏർക്കാ? നാണം ഉണ്ടോ? അരവിന്ദേ അങ്ങ് പോയിരുന്നേ, അവിടെ പോയിരിക്കേ. ഇവിടെ അച്ഛൻ ഇത് അറിഞ്ഞപ്പോ ഇവിടെ അച്ഛൻ പറയുന്നതാ അവനെ ആ വെടിവെച്ച് കൊല്ലണമെന്ന്. ഇങ്ങനെയുള്ളവരെയൊക്കെ വെടിവെച്ച് കൊല്ലണം. മറ്റുള്ളവരുടെ സാധനം മേടിച്ചിട്ട് എന്തെങ്കിലും നാണോ മാനോ ഉള്ളവരാണെങ്കിൽ ഇത് കാണിക്കുവോ? മോളെ, ഇവിടെ നമ്മൾ നറുക്കെടുപ്പില്ല ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നതെന്ന് അറിയാലോ മോക്ക്? അറിയായിരുന്നോ? അറിയാം. 50 രൂപയ്ക്ക് കൂടുതൽ 1 രൂപയുടെ സാധനം കൊണ്ടുവരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാ. അപ്പൊ കൊച്ചു തന്നെ 250 രൂപയുടെ സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സമ്മാനം കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതുമാതിരി ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയാണോ കീർത്തനയുടെ അമ്മേ? പിന്നെ നിങ്ങള് 250 രൂപയുടെ വലിയ സാധനം കേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ട് ആ കൊച്ചിന്റെ പേര് വരെ ഇവിടെ പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് എന്റെ അച്ഛൻ പോലും ഇല്ലാത്തൊരു കുട്ടിയാ. അതിന് 10 രൂപയുടെ സാധനം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പറഞ്ഞു അതിനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നറുക്കെടുപ്പിലാണ് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. നിങ്ങൾ അങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്? സിന്ധു ടീച്ചറുടെ പിള്ളേരെ സിന്ധു ടീച്ചർ വഴക്ക് പറയും, അത് പഠിക്കാത്തതിന്. ഇമ്മാതിരി പരിപാടി ഇവിടെ നടക്കത്തില്ല. കീർത്തനയുടെ അമ്മയുടെ ഭർത്താവ് ഇനി ഗൾഫിലായാലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ എന്ത് പറഞ്ഞ വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നോ? അങ്ങനെ ആ തോക്കെടുത്ത് അണ്ണാക്കി വെച്ച് സ്വന്തമായിട്ട് വെടിവെച്ച് കൊന്ന് ചാവാൻ പറ. എന്റെ കുട്ടികളെ വന്ന് വഴക്ക് പറയുന്ന ഒരു കാര്യം ചെയ്തേ. 250 രൂപയുടെ കേക്കല്ലേ, പിടി. കൊള്ളാം കൊച്ചെ, നീ അങ്ങ് നല്ല നെഗലിപ്പാണല്ലോ. കുറെ 10 പിള്ളേരെ കിട്ടിയപ്പോഴത്തേന്. എന്റെ കൊച്ച ഇവിടെ ആദ്യം ട്യൂഷൻ വരാൻ തുടങ്ങി നീ ഓർത്തോണം. നിങ്ങൾ ഈ പൈസ പിടി പിടി പോ. 500 രൂപയുണ്ട്. ആ 250 രൂപയ്ക്ക് 1 കേക്ക് കൂടി മേടിച്ചിട്ട് നിങ്ങൾ അമ്മയും മോളോട് തിന്നെ. നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോ അങ്ങേറും കൊടുക്ക്. വെക്കോ. ആഹാ വാ കൊച്ചേ, വാ. അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിട്ട് എന്തോത്തിനാ? ആ സമതയിൽ എങ്ങാനും പോയി അഡ്മിഷൻ എടുക്കാം. വാ അങ്ങോട്ട്. സിന്ധു ടീച്ചറുടെ പിള്ളേരെ സിന്ധു ടീച്ചർ വഴക്ക് പറയും. പുറത്തുനിന്ന് ഒരാൾ വന്ന് വഴക്ക് പറയും. സിന്ധു ടീച്ചർ അനുവദിക്കത്തില്ല. ടീച്ചർ പണ്ട് പൊളിയിലെ ടീച്ചറെ. അണ്ണാക്കി വെടിവെക്കാൻ ഉറപ്പിന്റെ രോഗം എണീറ്റ് ടീച്ചറെ. ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. നമുക്കിത് ബിരിയാണി വെച്ച് ആഘോഷിക്കണം ടീച്ചർ. അല്ല, ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? എടുത്ത ലേബറിന്റെ എടുത്തേ. തെറ്റിയത് മൊത്തം 50 തൊട്ട് 80 പൊസിഷനും എഴുതി. അതെല്ലാം ഇന്ന് പറഞ്ഞ് കേൾപ്പിക്കാതെ ഇവിടുന്ന് ഒരു മനുഷ്യൻ അനങ്ങത്തില്ല. അരവിന്ദിന്റെ 4 മാർക്ക് പോയില്ലേടെ? അരവിന്ദേ, അത് പഠിച്ചേ. കൊണ്ടുപോടോ. വേഗോട്ടെ. ഇവിടെ പായ വിരിച്ചു കിടന്ന് എല്ലാം ഉറങ്ങിയാലും ശരി തന്നെ. പറഞ്ഞ് കേൾപ്പിക്കാതെ ഇവിടുന്ന് ഒരനക്കം അനങ്ങാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? പഠിച്ചോ.